നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇനി നിന്റെ വാതിലിൽ മുട്ടുന്നതേ പോലീസായിരിക്കും. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്. ധനുഷന് എന്റെ കഴുത്തിൽ 2 തവണ മാലയിടുക എന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും നമുക്ക് ഭ്രാന്താന്ന്. ഞാനിത് പ്രതീക്ഷിച്ചതാ. അതെങ്ങനെ? എന്റെ ജാതകത്തിലെ 2 തവണ കല്യാണം കഴിക്കുന്ന കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആണോ? സത്യം? സത്യം. ഞാനിതിനെ നിന്നോട് കള്ളം പറയുന്നേ. പക്ഷേ രണ്ടാമതും താലി കെട്ടുന്നത് നിന്റെ കഴുത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോടുന്നു. അങ്ങനെ ഇനി എന്റെ കഴുത്തിൽ നിന്ന് മാറി വേറെ ആരുടെയെങ്കിലും കഴുത്തിൽ മാല ഇടാനേ ഈ ജന്മത്തിൽ വിചാരിക്കണ്ട. അങ്ങനെ എന്തേലും ചിന്തിച്ച നിന്നെയും കൊല്ലും ഞാനും ചാവും. അതെ, നല്ല രസമായിരിക്കും. എന്ത് ചാവുന്നതോ? ചാകുന്നെങ്കിൽ ഒരുമിച്ച് തന്നെ ചാവും. അത് നിന്റെ കൈ കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കും. അയ്യടാ, ഒരാഗ്രഹം കണ്ടില്ല. അതെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എന്താ നിന്റെ ഉദ്ദേശം? എങ്ങനെയുണ്ട് ആ ഫോട്ടോസ്? കൊള്ളാമോ? ഇത് ഞാൻ മുമ്പ് അയച്ചു തന്നിട്ടുള്ള എന്റെ ഡോസ് ഒന്ന് കൂട്ടിയതാ. ഇനിയുണ്ട് ഇതുപോലെ കുറെ ഫോട്ടോസ്. അതിൽ നമ്മൾ രണ്ടുപേരുള്ള നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളും വരും. മറ്റൊരു വഴിയില്ലാതെ വന്നാ അതെടുത്ത് ഉപയോഗിക്കാനും എനിക്ക് മടിയില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പോ ആ മുറിയിൽ നിന്ന് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഇപ്പോ പോലീസിന് അയച്ചു കൊടുക്കും. അതുമാത്രമല്ല, സ്നേഹയുടെ മൊബൈലിലേക്കും ഞാനിത് അയക്കാം. അതോടെ അവള് നിന്നെ വെറുക്കും. പിന്നെ പോലീസ് ഇന്ന് തന്നെ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് തല ഉയർത്തി നിന്ന നിന്നെ കൊലക്കേസിലെ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത് നാളെ ചിലപ്പോ പത്രങ്ങളിൽ വാർത്തയാവും. അതോടുകൂടി നെല്ലിശ്ശേരിയിൽ നിന്നെ എഴുന്നള്ളിച്ച് കൊണ്ടു നടന്നവര് തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇന്ന് രാത്രി നീ ഇവിടുന്ന് മാറി നിൽക്കുന്നല്ലേ. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നീ എന്നെ പിന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ആണെന്ന് തന്നെ വെച്ചോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു വഴിയേ ഉള്ളൂ. നീ ശാന്തി മുഹൂർത്തത്തിനുള്ള പാല് സെറ്റപ്പ് ഒക്കെ ആയിട്ട് റെഡിയായിരിക്കാന്ന് എനിക്കറിയാം. അതിനൊന്നും മെനക്കെടാതെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക. നീ പറയ്, ഞാൻ എന്താ വേണ്ടത്? പറയാം. എത്രയും വേഗം നീ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. പിന്നെ അവിടുന്ന് ഡ്രസ്സൊന്നും എടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ നിന്റെ ഭാര്യയ്ക്ക് സംശയം തോന്നും. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇനി നിന്റെ വാതിലിൽ മുട്ടുന്നതേ പോലീസായിരിക്കും. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്. ധനുഷ് എങ്ങോട്ട് പോകുന്നു? അത് പിന്നെ
എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. ഒരു 2 മണിക്കൂർ അതിനകം ഞാൻ തിരിച്ചെത്തും. ധനുഷ് എന്താ ഈ പറയുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഉടനെ തിരിച്ചു വരും. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം. അർച്ചനയുടെ കൂടെ കൂടി എന്നെ എതിർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ ലൈഫിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് മാത്രമേ നടക്കൂ. ഇനി എന്നെ വെല്ലുവിളിച്ച് അർച്ചനെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഒന്ന് നിന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വെല്ലുവിളിച്ച് വലിയ പ്ലാനിംഗ് ഒക്കെ നടത്താൻ നോക്കിയതല്ലേ? വലിയ ജോത്സനെയൊക്കെ കൊണ്ടുവന്ന് മുഹൂർത്തമൊക്കെ കുറിച്ച്. എന്നിട്ടിപ്പോ എന്തായി? ആട് കിടന്നിടത്തെ ഇപ്പൊ പൂട പോലും ഇല്ല. അല്ല, നീ അറിഞ്ഞില്ലേ? അവനവന്റെ പാട്ടിന് പോയി. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഓരോന്നിനും ഓരോ വിധിയുണ്ട്. നമ്മൾ ചെയ്യാനുള്ള ജോലി 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അതിന്റെ ഫലം തരേണ്ടത് ദൈവം. അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഇന്നത് നടന്നിരിക്കും. നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിമോളെ. ഇന്നൊരു മുഹൂർത്തവും നടക്കില്ല. അതിനുള്ള യോഗ അവൾക്കില്ല. എന്നെ തോൽപ്പിച്ചതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത്, അല്ലേ? അതെ, അവന്തികയ്ക്ക് നിന്റെ മേലുള്ള ജയം തന്നെയാണ്. നാളെ നേരം പുലരാതെ അവൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. അവൾ ഇവിടെ കാത്തിരുന്ന അവസാനം ബോധം കെട്ട് ഉറങ്ങിക്കോളും. അവനെ എവിടെ ഇട്ട് പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ അതിലെനിക്കൊരു തോൽവിയില്ല. തോറ്റു തുന്നം പാടി നിൽക്കുമ്പോഴും നിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ലല്ലോ അർച്ചന. എന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ ശരി, നീ ചെല്ല്. ഇന്നത്തെ രാത്രി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.